ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഇച്ചിരി നോൺ വെജ് ആണ്. മട്ടനാണ് ചെയ്യാൻ പോകുന്നത്. എപ്പോഴും നമ്മൾ മട്ടൻ സ്റ്റൂ ഉണ്ടാക്കാറുണ്ട്, മട്ടൻ കുറുമ ഉണ്ടാക്കാറുണ്ട്, മട്ടൻ മപ്പാസ്, ഒത്തിരി സാധനങ്ങൾ, മട്ടൻ്റെ കറി, മട്ടൻ പെരട്ട്, പെപ്പർ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മളെപ്പോഴും നമ്മുടെ എന്നാ പറയുക എല്ലാ ഫങ്ഷൻസിനും മിക്കപ്പോഴും സ്റ്റൂ കാണും, അല്ലെങ്കിൽ ഒരു കുറുമ കാണും, ഇതെല്ലാം കാണും അല്ലേ. പക്ഷേ ഇത് നോർത്തിൽ ഇത് ശരിക്കും മിക്ക എന്താ പറയുക കല്യാണങ്ങൾക്കും ഒക്കെ വെക്കുന്ന ഒരു കറിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇതൊരു വൈറ്റ് കളർ ആണ്, ഗ്രേവിയാണ്, സ്പൈസി അല്ല. പക്ഷേ സ്റ്റൂവിൻ്റെ ഒരു വേർഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഒരു സോർട്ട് ഓഫ് കുറച്ച് അതിനോട് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കുറുമയാണോ എന്ന് ചോദിച്ചാൽ കുറുമ നമ്മുടെ ഇവിടെ ബേസിക്കലി ചെയ്യുന്ന ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ്. ചിലർ വൈറ്റ് കളറിൽ ചെയ്യാറുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇത് ഒരു വൈറ്റ് ഗ്രേവി ബേസ് ആണ്. വൈറ്റ് ഗ്രേവി ബേസിക്കലി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിയുടെ വഴറ്റുന്ന അനുസരിച്ചാണ്. ഉള്ളി ഒരുപാട് മൊരിഞ്ഞു പോയാൽ അതിൻ്റെ കളർ ചേഞ്ച് വരും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് വഴറ്റലോ പിടിക്കലോ അങ്ങനെ ഒന്നുമില്ല, എളുപ്പമാവുന്ന ഒരു കറിയാണ്. കുറച്ച് റിച്ച് ആണോ എന്ന് ചോദിച്ചാൽ കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരു കറി തന്നെയാണ്. അതുകൊണ്ട് ഇനി വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട, എന്നാൽ 2-3 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കരുതേണ്ട കാര്യം. ഇനി ഫസ്റ്റിന് വേണ്ടി എന്നാന്ന് വെച്ചാൽ കുറച്ച് നെയ്യ്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടർ ഉപയോഗിക്കാം, അത് നമ്മുടെ ഇഷ്ടം. പിന്നെ വേണ്ടിയത് ഒരു പട്ടയുടെ കഷ്ണം, ഗ്രാമ്പു, പിന്നെ വേണ്ടിയത് കുറച്ച് ഏലക്ക. ഇതൊരു 2 സവാള അരിഞ്ഞു വെച്ചേക്കുക നീളത്തിൽ. ഇതിപ്പോൾ ഞാൻ മേടിച്ചേക്കുന്നത് 1 കിലോ മട്ടൺ ഉണ്ട്. ഒരു ഇച്ചിരി എല്ലോട് കൂടി മേടിക്കണം, എന്നാൽ ഇച്ചിരി സ്വാദ് വരുന്നത്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമുക്ക് മേടിക്കാൻ കിട്ടുന്നത് ഞാൻ മേടിച്ചേക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് അരിഞ്ഞ് ചേർത്താലും മതി. പിന്നെ കുറച്ച് പച്ചമുളക് ചതച്ച് വെച്ചേക്കുക, അതൊരു 5-6 എണ്ണം വരും. പിന്നെ വേണ്ടിയത് കുറച്ച് തൈര്, ഒരു ഏകദേശം 1 കിലോ മട്ടൺ ആണെങ്കിൽ ഒരു 1/2 കപ്പ് തൈര്. അതല്ല പുളി കൂടുതലാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. പിന്നെ വേണ്ടിയത് കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് ബദാം. ഈ ബദാമിനകത്തോട്ട് ഞാൻ 2 ഏലക്കായും കൂടി ഇട്ടിട്ടുണ്ട്. എന്നാന്നറിയാവോ, അതിനൊരു ഇച്ചിരിയും കൂടി ഒരു ടേസ്റ്റ് വരും. പിന്നെ വേണ്ടിയത് ഒരു ജാതിപത്രിയ. ഇത് ഫുള്ളും വേണ്ട, ഒരു പൂവിൻ്റെ ഒരു 1/4 ഭാഗം, അതിൻ്റെ ഒരു ഫ്ലേവർ വരാൻ മാത്രമാണ്. പിന്നെ കുറച്ച് കശകശ. ഇത് കുറച്ച് ഇഞ്ചി നീളത്തിൽ, അതായത് ജൂലിയൻസ് ആയിട്ട് അരിഞ്ഞേക്കുക. ഇത് ജസ്റ്റ് ഒരു ഡെക്കറേറ്റിംഗ് മാത്രമാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് കസൂരി മേഥി, ഒരു ബേ ലീഫ്, ഒത്തിരി വേണ്ട, 1 എണ്ണം മതി. പിന്നെ വേണ്ടിയത് കുരുമുളക് പൊടിയാ, വൈറ്റ് കുരുമുളക് പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലത്. എൻ്റെ വീട്ടിലിപ്പം കറുപ്പ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് എടുത്തതാണ്. പിന്നെ ഒരു 2-3 പച്ചമുളക്, എരിവ് അനുസരിച്ച് അതിനകത്ത് ചേർക്കുക. എന്തായാലും ഈ പച്ചമുളക് നമുക്ക് വേണം, അപ്പം ചതച്ചും ചേർക്കുന്നുണ്ട്, അല്ലാതെ അരിഞ്ഞും ചേർക്കുന്നുണ്ട്. അപ്പം എരിവ് കണക്കാക്കി വേണം നമ്മൾ ചേർക്കാൻ. പിന്നെ വേണ്ടിയത് കുറച്ച് ഫ്രഷ് ക്രീമാ. ഇത് നമ്മൾ സാധാ മസാലക്കൂട്ട് കടയിൽ നിന്ന് മേടിച്ചിട്ട് പൊടിച്ചെടുത്ത മസാല പൗഡറാണ്. എനിക്ക് എപ്പോഴും ഇങ്ങനെ എടുക്കുന്ന ഇഷ്ടം. ഒന്നെങ്കിൽ ഫൈൻ പൗഡറായിട്ട് എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഫൈൻ പൗഡറാണ്, അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്യാന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. എന്നാലും ഇച്ചിരി കൂടി ഒന്ന് പൊടിയണം, എന്നാൽ തീരെ അങ്ങ് പൊടിഞ്ഞും പോകാൻ പാടില്ല. അങ്ങനെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, അങ്ങനെ പൊടിച്ചെടുത്തേച്ച് നമ്മൾ ടിന്നകത്തിട്ട് വെക്കുവാന്നേല അതിൻ്റെ മണവും ഒന്നും ഒരിക്കലും പോവുകയില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാമെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിനൊരു പ്രൊസീജിയേഴ്സ് 2 പക്ഷേ കൊച്ചു പാത്രം കഴുകണമെന്ന് ചോദിച്ചാൽ വേണം. എന്നാന്ന് വെച്ചാൽ മട്ടൺ ഒന്ന് വേവാനായിട്ടൊരു കാര്യം നടക്കണം, അതല്ലാതെ ഇപ്പുറത്ത് ഗ്രേവി ഉണ്ടാക്കാനായിട്ടൊരു കാര്യം. അതാ 2 പാത്രത്തിൽ നിൽക്കുന്നത്. മട്ടൺ ഒരു ഇച്ചിരി വേവ് കൂടുതലായതുകൊണ്ട് നമുക്ക് ആദ്യം അതിനോടുള്ള പണി ചെയ്യാം. ഫസ്റ്റ് എന്നാന്ന് വെച്ചാൽ നമുക്ക് കുക്കർ ഒന്ന് കത്തിച്ചേച്ച് അതിനകത്തോട്ട് ഒരു ഇച്ചിരി നെയ്യ് ഒഴിക്കുക, 1 ടേബിൾ സ്പൂൺ നെയ്യ്. അത് കഴിഞ്ഞേച്ച് അതിനകത്തോട്ട് ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യല്ലേ ഒഴിച്ചേ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരിച്ചിരി ഈ നെയ്യ് ഇതെല്ലാം ചൂടാവുന്ന സമയം തീ ഒന്ന് ഇച്ചിരി കുറച്ച് വെച്ചേച്ച് 1 കഷ്ണം പട്ട, ഒരു 3-4 ഗ്രാമ്പു, പിന്നെ ഉള്ളത് ഏലക്ക, 4 ഏലക്ക ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് എന്താ പറയുക ചൂടാവുക, അതിൻ്റെ അരോമയൊക്കെ ഒന്ന് വരിക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഏലക്ക ഒന്ന് പൊട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ ഗ്രാമ്പൂവിന് ഒരു അനക്കം വരും. ഇത് നമ്മൾ ആയോന്ന് പറഞ്ഞ് നോക്കാൻ ചിലപ്പോൾ ആ സമയത്തായിരിക്കും നമ്മുടെ മുഖത്തോട്ട് അത് പൊട്ടുന്നത്. അന്നേരം എന്നാ ചെയ്യണം, ഇതൊന്ന് പൊട്ടാറായി വരുന്ന സമയത്ത് നമുക്ക് സവാള ഇടാം.
ഒരു 2 സവാളയാണ് ഞാൻ ഇതിന് അരിഞ്ഞത്. സാധാരണ 1 കിലോ മട്ടന് 4 മീഡിയം സൈസ് സവാളയാ കറിക്കൊക്കെ എടുക്കുന്നത്. ഇതിപ്പോൾ ഒരു ഏകദേശം 2 മീഡിയം അല്ല വലുതല്ല എന്ന ഒരു പരുവത്തിന് നമുക്ക് കിട്ടുമല്ലേ, അന്ന് പറയുന്ന പോലത്തെ. അതുകൊണ്ട് ആ ഒരു ഇച്ചിരി ഇത് കൂടുതൽ. ഈ ഉള്ളി ഉണ്ടല്ലോ ഒത്തിരി ബ്രൗൺ ആവരുത്, എന്നാ ട്രാൻസ്ലൂസൻറ്റ്, ഞാൻ പറയാം ട്രാൻസ്ലൂസൻ്റ് ആയാൽ നല്ലതാ. ഒത്തിരി മുരിഞ്ഞു പോകാൻ പാടില്ല, എന്നാ ഉള്ളി വേവും വേണം, എന്നാ ഉള്ളിയുടെ ഒരു എന്താ പറയുക ക്രഞ്ചിനെസ് ഇല്ലേ അതൊട്ട് വരാനും പാടില്ല. ഉള്ളി പകുതി വേവും വേണം. ആ രീതിയിലാണ് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാനുള്ളത്. ഇനി ഉള്ളി ഒരു ഇച്ചിരിയും കൂടി ഒന്ന് വാടി കഴിഞ്ഞാലില്ലേ നമുക്ക് ഈ മട്ടൺ ഒന്ന് ഇടാം. ഒരു ഇച്ചിരിയും കൂടി വാടിയാൽ മതി, ഒരുപാടല്ല. അതായത് ഉള്ളിയുടെ പരുവം എങ്ങനെയാണെന്നറിയാവോ, ഇങ്ങനെ കുഴഞ്ഞു പോവുകയല്ലേ, മൂക്കാത്ത രീതിയിലൊന്ന് കുഴഞ്ഞു പോവുകയല്ലേ, അതാ പരുവം. ഉള്ളിയുടെ ആ ഒരു ബലമെല്ലാം ഒന്ന് പോയേച്ച് കുഴഞ്ഞു കിടക്കുന്ന പരുവാ ആ ഒരു ഉള്ളിയുടെ വേവ് എന്ന് പറയുന്നത്. കാര്യം ഒരുപാട് മൂത്തുപോയി, ഇതൊരു വൈറ്റ് ഗ്രേവി ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്കൊന്ന് കളർ വ്യത്യാസം വരും. വേണ്ടേ, ചില ഉള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞു തുടങ്ങുന്നുണ്ട്, മൊരിഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ നിറവ്യത്യാസം വരും. അതുകൊണ്ട് ഇപ്പം എന്നാ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാൻ ആ മട്ടൺ ചേർക്കാൻ പോവാം. മട്ടൺ ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്നാന്നറിയാം, ആ മട്ടൻ്റെ ഈ ഒരു പിങ്ക് കളർ മാറിയിട്ട് അതൊന്ന് വൈറ്റ് ആവും. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് നമ്മൾ ചേർക്കുവാണെങ്കിൽ ഇപ്പം ഇത് ഞാൻ മേടിച്ചതാണെന്നല്ലേ പറഞ്ഞേ, അതുകൊണ്ട് അതിനൊരു ഇച്ചിരി മൂപ്പ് വേണം. അതിൻ്റെ കൂടെ എന്നാന്ന് വെച്ചാലേ അതിനൊരു എപ്പോഴും ഞാൻ പറയുവല്ലേ ഒരു കുത്തലുണ്ടെന്ന്. അന്നേരം ആ കുത്തലൊന്ന് പോകാനായിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ഇപ്പം ഇട്ടേ പറ്റത്തുള്ളൂ. അതല്ല നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പ്രത്യേകം ചതച്ച് വെച്ച് ചേർക്കുവാന്നേൽ കുറച്ചുകൂടെ കഴിഞ്ഞ് ചേർത്താൽ മതി. ഇനിയിപ്പോൾ അതല്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് വെച്ചേക്കുവാന്നേലും ഇപ്പം ചേർക്കണ്ട, ഒരു ഇച്ചിരി കൂടെ കഴിഞ്ഞ് വെച്ചാൽ ചേർത്താൽ മതി. പക്ഷേ ഇത് അതൊന്നും അല്ലാതെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മേടിച്ചത് കൊണ്ട് ഞാൻ എന്നാ ഇപ്പം ഇതിൻ്റെ കൂടെ അങ്ങ് ചേർക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുത്തൽ വരും. പിന്നെ എപ്പോഴും 1 കിലോയ്ക്ക് ഞാൻ പറയും 1 ടീസ്പൂൺ ഇഞ്ചിയും 1.5 ടീസ്പൂൺ ഇഞ്ചിയും 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയാണ്. പക്ഷെ ഇതിന് കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് ചേർത്താൽ മതിയേ. ഞാനൊരു 3/4 ടീസ്പൂണേ ഇടുന്നുള്ളൂ. എനിക്ക് എന്നാന്ന് വെച്ചാൽ ഇത് ഇടാൻ ഒത്തിരി പേടിയാണ്. ഇതിൻ്റെ കൂടത്തിൽ തന്നെ ഇതും കൂടെ കിടന്ന് ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ കുത്തൽ ചുവയൊന്ന് മാറണം. ഇതൊരു ഇച്ചിരി ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ചതച്ച പച്ചമുളക് ചേർക്കാം. ഇച്ചിരി എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മൾ ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു മണമില്ലേ, വിനാഗിരിയുടെയും ഒക്കെ മണമുണ്ട്. ഈ പേസ്റ്റിനൊരു പ്രത്യേക സ്മെല്ലാണ്. അപ്പം ആ സ്മെല്ല് ഒന്ന് പോണം, അതാ അതിൻ്റെ ഒരു പരുവം. അപ്പം നമ്മുടെ മട്ടനും ഒരു ഇച്ചിരി ഒന്ന് ആ വൈറ്റ് കളറിലേക്ക് മാറും. വേണ്ട നോക്കിയേ, ആ പിങ്ക് ഷെയ്ഡിൽ നിന്ന് വൈറ്റ് കളറിലേക്ക് മാറും. ഓക്കെ, വേണ്ടേ, നമ്മുടെ ആ ഒരു കുത്തൽ ആ മണം ഒന്ന് മാറി. അപ്പം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് എനിക്ക് ആ പച്ചമുളക് ചേർക്കാൻ പോകുന്നത്. ഈ പച്ചമുളകിനായാലും ഉള്ളിക്കായാലും ഇഞ്ചി വെളുത്തുള്ളി ഏതൊരു സാധനം നമ്മൾ ചേർക്കുവാണെങ്കിലും ഇതിനെല്ലാം ഓരോ കുത്തലുണ്ട്. അതെല്ലാം ആ പച്ചച്ചുവ മാറാതെ നമ്മൾ ഒന്നും വേവാനോ ഒന്നും വെക്കരുത്. ഞാൻ എപ്പോഴും പറയുന്ന കൂട്ടത്തിൽ തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ വലിയ മിടുക്കിയായിട്ടുള്ള ഒരു ഷെഫോ പാചകറാണിയോ അങ്ങനെ ഒന്നുമല്ല. പക്ഷെ ചെയ്തപ്പം വന്ന അബദ്ധങ്ങളിൽ ഇനി ചെയ്യുന്നവർക്ക് വരാൻ പാടില്ലല്ലോ എന്ന് ഓർത്തിച്ചും പറയുന്ന കേട്ടോ. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വേണ്ട ഈ പച്ചമുളകും കൂടെ ചേർക്കുക. ഈ പച്ചമുളകിന് എരിവ് നോക്കിയേച്ച് വേണം ചേർക്കാൻ. പിന്നെ നമ്മൾ കീറിയ പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഉണ്ടോ? ഇപ്പം ഇത് ചേർക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ എന്നാലും പാചകം ചെയ്യുന്നവർക്കറിയാം ഈ ഒരു പച്ചമുളകിൻ്റെ കുത്തലിൻ്റെ മണം നല്ലോണം വരുന്നുണ്ട്. അപ്പം ആ മണവും കൂടെ ഒന്ന് പോയേച്ച് ഇച്ചിരി ഉപ്പ് ഇട്ടേച്ച് നമുക്ക് മട്ടൺ വേവാൻ വെക്കണം. ഇതിനകത്ത് ആ മട്ടൻ്റെ വെള്ളവും നെയ്യ് എണ്ണ ഇതെല്ലാം ഇതിനകത്തുണ്ട്. അപ്പം എന്നാന്ന് വെച്ചാൽ ആ നമ്മൾ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും അതുമായിട്ടൊന്ന് ചേർന്ന് പച്ചച്ചവ മാറാനായിട്ട് അധികം നേരം ഒന്നും വേണ്ട, ഒരു ഇച്ചിരി നേരം മതി. ഇനി എന്നാ ചെയ്യുന്ന വെച്ചാൽ ഇച്ചിരി ഉപ്പ് ചേർക്കാൻ പോവാ.
ഉപ്പിച്ചിരി ചേർക്കുമ്പോഴത്തേക്ക് അതിനകത്തെ വെള്ളം ഒരു ഇച്ചിരി കൂടെ ഊറുവേ. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് എൻ്റെ ഇരിക്കുന്ന ഒരു ഇച്ചിരി പുളിയുള്ള കൂട്ടത്തില്ല തൈര. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, ഒരു 3 സ്പൂൺ, ഇത് ടീസ്പൂണാണേ, ടേബിൾ സ്പൂൺ ആണെങ്കിൽ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചോ. എന്നിട്ട് ആ തൈരും കൂടെ ഒന്ന് നല്ലതായിട്ട് ഇതിനകത്ത് കിടന്നൊന്ന് ആവുകയല്ലേ, ആ പുളി മണവും ഒന്ന് മാറി ആ തൈരിൻ്റെ നമ്മൾ ചേർക്കുമ്പം എന്നാ പറയുക, ചില സമയത്ത് ചേർക്കുമ്പം ഇങ്ങനെ പിരിഞ്ഞ് കിടക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു എന്താ പറയുക വെള്ളം അതെല്ലാം ഒന്ന് പറ്റി ഈ മട്ടനയിലൊന്ന് പിടിച്ച് ആ ഒരു തൈരൊന്ന് വേവണം. ഇപ്പോൾ തൈര് ചേർക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് ഇതാണ് എപ്പോഴും ഒരു സേഫ് സൈഡ്. അപ്പോൾ ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നെക്സ്റ്റ് ഇപ്പോൾ നല്ലോണം വെള്ളം വന്നു കഴിഞ്ഞു, ഇനി ഇത്രയും മട്ടൻ വേവാനായിട്ട് ഇത്രയും വെള്ളം പോരാ. അപ്പോൾ ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് മട്ടൻ വേവാൻ വെക്കാം. ഓക്കെ, ഇന്നൊരു ഇച്ചിരി ആവി വന്നേച്ച് വിസിലിടാം. നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അറ്റ് ദ സെയിം ടൈം തന്നെ നമ്മൾ ഇപ്പുറത്ത് അടുപ്പ് കത്തിച്ചേച്ച് ഇതിനകത്തോട്ട് നമുക്കൊരു ഗ്രേവി ഉണ്ടാക്കാം. ഗ്രേവി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു വൈറ്റ് കളർ വരണ്ടേ. സ്റ്റൂവിന് സാധാരണ നമ്മൾ തേങ്ങാപ്പാലല്ലേ ചേർക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫ്രഷ് ക്രീം കുറച്ച് അരയ്ക്കാനുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഫസ്റ്റ് ഞാൻ ഇടാൻ പോകുന്നത്, തീ എന്തായാലും കൂടുതലാണ്, പക്ഷേ ലോ ഫ്ലെയിം വെച്ചേച്ച് ഞാൻ ആദ്യം കുറച്ച് നെയ്യ് ഒഴിക്കുക. ഇതൊന്നാവുന്ന സമയം നമുക്ക് കുറച്ച് സാധനങ്ങൾ അരയ്ക്കാനുണ്ട്. അതെന്നാക്കിയാണെന്നറിയാവോ, കുറച്ച് അണ്ടിപ്പരിപ്പ്, അതായത് ഞാൻ കാണിച്ചില്ലേ, നമുക്ക് എത്ര ഒരളവ് പറയുകയാണെങ്കിൽ ഒരു 15 നമ്പേഴ്സ് കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ബദാമും ഒരു 4 അല്ലെങ്കിൽ ഒരു 3 ഏലക്കയും കൂടെ ചേർത്ത് നമ്മളിതിനൂടെ അരയ്ക്കുക. പിന്നെ ഞാൻ ജാതിപത്രിയുടെ അളവ് പറഞ്ഞായിരുന്നു, ഇത് പറയുമ്പം ഒരു പൂവ, ഇതിൻ്റെ ഒരു 1/4 ഭാഗം മതി എന്ന് പറയുമ്പോൾ വേണ്ട ഇതിൻ്റെയും പകുതിയാണ് ഇട്ടു. നെക്സ്റ്റ് നമുക്ക് ഒരു സ്പൂൺ കശകശ, 1 ടീസ്പൂൺ അറിയാമല്ലോ, ഒരു ഇച്ചിരി കൂടിയാലും നല്ലതാ. ഇറച്ചിക്കറിക്ക് കശകശ എപ്പോഴും നല്ലതാന്ന് അമ്മ പറയും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം, അതല്ല പാല്, ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഒഴിച്ച് വെച്ച് ഇതിനെ ഒരു ഫൈൻ പേസ്റ്റ് ആക്കി മാറ്റുക. ഇനി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഈ 3 കൂടെ ഒന്ന് കുതിർത്ത് വച്ചേച്ചും അരയ്ക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരണ്ടായോ, അത് വേണ്ടിയിട്ടാണ് ഞാൻ അല്ലാതെ സെപ്പറേറ്റ് കാണിച്ചത്. പക്ഷേ കുറച്ച് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് എന്നാന്ന് വെച്ചാൽ, ഈ നമ്മളിതിനകത്ത് ഇടാൻ പോകുന്ന സാധനങ്ങൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാനൊക്കെ ചെറിയ ലോ ഫ്ലെയിം മതി. അതുമാത്രമല്ല, ഇടാൻ പോകുന്നത് ഒരു ചെറിയ പട്ടയുടെ ഇല, അതിൻ്റെ കൂടെ കസൂരി മെത്തി. എന്നുവെച്ചാൽ ആദ്യം ഇതൊന്ന് നല്ലതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്യണം. അതായത് ഒരു ഡ്രൈനെസ് വരുവല്ലേ എന്ന് പറഞ്ഞ പോലെ. ഒത്തിരി കസൂരി മേത്തി ഇടണ്ട, നമുക്ക് ചിലപ്പോൾ ഫുള്ളായിട്ട് അത് ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല. അതുകൊണ്ട് കുറച്ച് ഒരു ഫ്ലേവർ അത്രയും മതി. ഓക്കെ, നമ്മുടെ ആ ഒരു കസൂരി മേത്തി ഒരു ഇച്ചിരി നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്, ഒത്തിരി അങ്ങല്ല. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ഈ ഒരു 3-4 1 2 3 4 5 6 കഷ്ണം, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 മുളകാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് നോക്കൂ, ഫൈൻ പേസ്റ്റ് അല്ലേ. അപ്പം ഇതും കൂടെ ഇതിനകത്തോട്ട് നല്ല ചൂടുള്ള ചട്ടിയാന്നേൽ ഇത് ആവാൻ അധികം സമയമൊന്നും വേണ്ട. ഇതൊരു ഇച്ചിരി സമയം മതി. കണ്ടോ കുറുകുന്നുണ്ടോ, അത്രയും മതി. ഈ പറഞ്ഞ പോലെ
ഇത് ഒരുപാടിട്ട് അങ്ങ് ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ നിറം മാറും. ഒരു ലൈറ്റ് ബ്രൗൺ, അതായത് നമ്മൾ ഈ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ നേരം നമ്മൾ മൈദ ഒക്കെ മുരിക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോവും. ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു കളർ വ്യത്യാസം അല്ലേ. ആ കളർ വ്യത്യാസം ഇച്ചിരി ഒന്ന് ആയി കഴിയുമ്പോൾ ഇതങ്ങ് ഓഫ് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ചാൽ മട്ടൺ ആവാതെ നമുക്ക് ഇതൊന്നും ആക്കിയേച്ച ഒരു കാര്യമില്ല. നോക്കൂ, നമ്മുടെ മട്ടൺ നല്ല വെന്ത് ഇരിക്കുക, ചൂടുണ്ട്. വേണ്ടേ, നമ്മളൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചായിരുന്നു. ആ വെള്ളവും മട്ടണും എല്ലാം വേണ്ടേ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഈ ചെറിയ ഫ്ലെയിം അങ്ങോട്ട് കത്തിക്കുക. ഇത് നമ്മൾ നല്ലോണം ഒന്ന് കുറുക്കി അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ആക്കി നല്ലതായിട്ട് വെച്ചേക്കുക. ഇതിനകത്തോട്ട് ഒന്ന് വൈറ്റ് പെപ്പറാണ് ഞാൻ പറഞ്ഞത്, പക്ഷെ എൻ്റെ വീട്ടിൽ വൈറ്റ് പെപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പിഞ്ച് ബ്ലാക്ക് പെപ്പറേ ഇടുന്നുള്ളൂ. എങ്ങാനും നിറം ഒന്ന് മാറിപ്പോയാൽ എന്നെ എടുക്കും. ചിലപ്പോൾ അഥവാ മാറിപ്പോയാൽ ഞാനൊരു കറുത്ത കുരുമുളക് ഇട്ടിരിക്കുന്നത് അതിൻ്റെ ആണെന്ന് പറയാം. നെക്സ്റ്റ് എന്നാന്ന് വെച്ചാൽ ഇതേപോലെ ഒരു പിഞ്ച് ഗരം മസാല ഇതും കൂടെ ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം വേണ്ട ഞാൻ ഈ മട്ടൺ ഇതിനകത്തോട്ട് ഒഴിക്കുവാണേ. ഇവിടെ നിങ്ങളുടെ ഉപ്പ് എരിവ് നോക്കിക്കോളുക. ഇനിയിപ്പോൾ വേണ്ടി ചേർക്കാൻ പറ്റുന്നത് പച്ചമുളക് മാത്രമേ ഉള്ളൂ. അത് വേണമെങ്കിൽ ഒന്ന് നെയ്യിലൊന്ന് മൂപ്പിച്ചേച്ച് ഇതിനകത്തോട്ട് ഇട്ടു, അന്നേരം അല്ലെങ്കിൽ ചതച്ചേച്ചൊന്ന് ഇട്ടു. അപ്പോൾ ആ എരിവ് ഒന്ന് ഇറങ്ങാനായിട്ട് എളുപ്പമുണ്ടല്ലോ. അതും കൂടെ ചേർക്കുക. പിന്നെ പുളി എന്ന് പറഞ്ഞാൽ ഒരുപാട് പുളിയല്ല, നമ്മൾ ആ തൈര് ചേർക്കുന്നതിൻ്റെ അത്രയും പുളിയേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കിയേക്കുക. പുളി ഒരുപാട് ഇതിന് വരുവല്ല, പക്ഷെ എന്നാൽ ഒരു സ്ലൈറ്റായിട്ട് ഒരു സക്കല ഒരു പുളി ഉണ്ടാവുള്ളൂ. സ്റ്റൂവിൻ്റെ ഒരു വേറെ വേർഷൻ, പക്ഷെ ഒരു ഡിഫറെൻറ്റ് രീതിയിലല്ലേ നമ്മൾ ചെയ്തത്. ചിലർ ഇങ്ങനെ സ്റ്റൂ വയ്ക്കുന്നവരും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ കസൂരി മേത്തിയൊക്കെ ഇടുന്ന ഒത്തിരി റെയറാണ്, അതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്തതന്നേ ഉള്ളൂ. ഇനി ഇതിനകത്തോട്ട് ഞാൻ ദാണ്ട് ഈ ഫ്രഷ് ക്രീം ഇതിനകത്തോട്ട് അങ്ങ് ചേർക്കുക. ഇത്രേ ഉള്ളൂ നമ്മുടെ മട്ടൺ കുറുമ. ഇത് കുറച്ച് റിച്ച് ആണ്. ഇതൊരു നമ്മുടെയൊക്കെ നാട്ടിൽ പറയുമ്പോൾ സ്റ്റൂവിൻ്റെ ഒരു ഫാമിലിയാണ്, അങ്ങനെ വരും. പക്ഷേ ഇത് എത്ര സ്പെഷ്യലായിട്ട് ചെയ്യാൻ കാര്യം എന്നാന്ന് വെച്ചാൽ നാനീസ് കിച്ചണിൽ വരുന്നത് വേറെ ആരുമല്ല, ദ ട്രെൻഡിങ് മ്യൂസിക് ഡയറക്ടർ ജെയ്ക്സ് ബിജോയ് ആണ് ഇന്ന് വരാൻ പോകുന്നത്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ജെയ്ക്സ് എപ്പോഴും സ്റ്റൂവും മറ്റതും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ലേ. മാത്രമല്ല പറഞ്ഞെന്നാന്ന് വെച്ചാൽ സ്പൈസി വേണ്ടാന്ന്. എന്നാൽ സ്റ്റൂ അല്ല, ഒരു റിച്ച് ഗ്രേവി ആയിട്ടുള്ള ഒരു മട്ടനാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാമോ. ഇതിൻ്റെ കൂടെ ഗാർലിക് ബ്രെഡ് ബെസ്റ്റാണ്. അപ്പം ഇഷ്ടമുള്ളവർക്ക് അപ്പം കഴിക്കാം. ഇത് ഏറ്റവും കുറച്ച് പേർക്കുണ്ടല്ലോ, ചിലർക്ക് ഇഷ്ടമാണെന്ന് തരാം, വൈറ്റ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. Ali's Kitchen. Let's cook with love.